ഹലോ ഡിയറീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉപ്പും തേനും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഒരു മേക്കപ്പിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ എന്താണ് മേക്കപ്പിന് പെട്ടെന്നൊരു മേക്കപ്പ് ഒക്കെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കാം ചിലരൊക്കെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്ക് ഞാൻ വീട്ടിലില്ല. എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അമ്മ കേക്കൊക്കെ കട്ട് ചെയ്ത് എന്നെ വിഷ് ചെയ്യാറുണ്ടായിരുന്നു. അമ്മയും അച്ഛനും എല്ലാവരും ഫാമിലി ഫുള്ള്. പിന്നെ അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി തരും, സദ്യ ഉണ്ടാക്കി തരും. പിന്നെ നമ്മൾ പുറത്ത് പോകും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. എത്ര വയസ്സ് കൂടിയാലും എൻ്റെ വീട്ടുകാർ എനിക്ക് അങ്ങനെ കുറേ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു തരാറുണ്ട്. എൻ്റെ അനിയൻ ഗിഫ്റ്റ് വാങ്ങിച്ചു തരാറുണ്ട്. അപ്പോൾ ഒരുപാട് ആഘോഷങ്ങളൊക്കെ വീട്ടിൽ നടക്കാറുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഞാൻ വീട്ടിലില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആഘോഷിക്കണം. അവിടെയാണ് ഭയങ്കര മിസ്സിങ് ആണ് ഫാമിലി. പിന്നെ എനിക്കെന്ന് പറയുമ്പോഴത്തേക്കും ബർത്ത്ഡേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആഘോഷിക്കാൻ, എൻ്റെ ഫാമിലിയിലെ മെമ്പേഴ്സിനൊക്കെ അവിടെയൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് സർപ്രൈസ് കൊടുക്കും. അങ്ങനെയൊക്കെ ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബർത്ത്ഡേ ആഘോഷിക്കുക എന്ന് പറയുന്നത്. ഒരുപാട് സർപ്രൈസ് ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തു എന്താ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ തന്നെ സ്നേഹിക്കുക. സെൽഫ് ലവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മൾ തന്നെ സ്നേഹിക്കുക. അപ്പോൾ ഞാൻ തന്നെ എന്നെ വിഷ് ചെയ്യാൻ, എനിക്കൊരു ട്രീറ്റായിട്ട് ഞാൻ തന്നെ എനിക്ക് മേക്കപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഒട്ടുമിക്ക വീഡിയോസ് ഇപ്പോൾ ലാസ്റ്റ് റീസെൻ്റ്ലി ചെയ്ത റോസ്മേരിയുടെ വീഡിയോയിലൊക്കെ എന്ന് വെച്ചാൽ റോസ്മേരിയുടെ വീഡിയോയിൽ പ്രൊഫൈൽ പിക്കിൽ തമ്പനയിൽ മാത്രം മേക്കപ്പ് നന്നായിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ ചെയ്യുന്ന വീഡിയോസിലൊന്നും ഞാൻ അങ്ങനെ ഒരു മേക്കപ്പ് ചെയ്തിട്ട് എന്നെ നിങ്ങളാരും കണ്ടിട്ടില്ല, ഓവർ മേക്കപ്പ് ചെയ്ത്. പക്ഷേ ഇന്ന് എന്തായാലും നിങ്ങൾ ഓവർ മേക്കപ്പ് ഒക്കെ ചെയ്ത് കാണാൻ പോവുകയാണ്. പിന്നെ ഞാനൊരു ബ്യൂട്ടി വ്ളോഗറേ അല്ല. ഒരിക്കൽ എന്നെ പൊങ്കാല ഇടല് കമൻറ്റിൽ വന്നിട്ട് ഞാൻ ഇടുന്ന പ്രോഡക്റ്റിനെ പറ്റി ഒന്നും ഞാൻ പറയത്തില്ല. പിന്നെ ഞാൻ എനിക്ക് മേക്കപ്പിനെ പറ്റി അത്രയും വലിയൊരു അറിവുമില്ല. ഞാൻ ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണത്തിന് പോകുമ്പോഴത്തേക്കും നമ്മളെ മേക്കപ്പ് ഇടും. അപ്പം ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആർക്കെങ്കിലുമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ചെയ്യപ്പോൾ ഞാനും ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഫംഗ്ഷന് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് യൂട്യൂബിൽ തന്നെ നോക്കും ആരെങ്കിലും ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഒരു സിമ്പിൾ മേക്കപ്പ് ചെയ്യണമെന്ന് നോക്കുമ്പോഴത്തേക്കും ആദ്യം കാണുന്ന വീഡിയോ അതിൽ ഞാൻ നോക്കിയിട്ട് എന്തെങ്കിലും കാണും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. പക്ഷേ ഇതിലൊരു വലിയ ഐഡിയാസ് ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകാം. പക്ഷേ എൻ്റെ ഒരു രീതിക്ക് ഞാൻ മേക്കപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കാണണം കേട്ടോ. മൈ ഗോഡ്, താങ്ക് യു. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ ഞാൻ എടുക്കുന്നത് സാരിയാണ് കേട്ടോ. അപ്പോൾ സാരി അതൊക്കെ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല, മേക്കപ്പ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ സാരി എടുത്തിട്ടുള്ള ഇത് ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ മേക്കപ്പ് മാത്രമല്ല, ഫുള്ളായിട്ട് ഒരുങ്ങി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടി എന്നല്ല, എന്നാലും എന്നെ ഒന്ന് സഹിക്കണേ. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വോയിസുകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഓൺ വോയിസിലായിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ കമാൻ. എനിക്ക് ബേസിക്കായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ മേക്കപ്പിനെ പറ്റി. പക്ഷേ ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ. അത് ഞാൻ എടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോബ്ലം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ ഒരു കാര്യം എനിക്കറിയാം, മേക്കപ്പ് നമ്മൾ ചെയ്യുന്നതിന് ഏത് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ എന്ത് പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയാലും ഒരു മോയ്സ്ചറൈസർ ആദ്യം നമ്മൾ സ്കിന്നിൽ കൊടുക്കുക. ഡയറക്റ്റ് സ്കിന്നിൽ ഒരു പ്രോഡക്റ്റും ഒരു ഫൗണ്ടേഷനും യൂസ് ചെയ്യരുത് എന്നെനിക്കറിയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മലേഷ്യയിൽ നിന്ന് വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ് അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ സ്പോഞ്ച് വെച്ച് യൂസ് ചെയ്യാതെ കൈവച്ചാണ് ഞാനത് സ്മജ് ചെയ്ത് വിട്ടത്. അതാണ് കുറച്ചുകൂടി എളുപ്പം, ഒരു കംഫർട്ടബിൾ എനിക്കതാണ്. പിന്നെ കോമ്പാക്ട് പൗഡറാണ് കേട്ടോ നെക്സ്റ്റ് ഇടുന്നത്. കോമ്പാക്ട് പൗഡർ അത് മലേഷ്യയിലുള്ളതാണ്. കോമ്പാക്ട് പൗഡർ ഞാൻ യൂസ് ചെയ്യുമ്പോൾ ബ്രഷാണ്. പിന്നെ ഈ ഒരു പാലറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ കൂടുതലുള്ളത് ബ്രൗൺ ഷെയ്ഡ്സ് ആണുള്ളത്. അപ്പോൾ അതിൽ ഞാൻ നോസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അത് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷന് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുള്ളൂ. നോസ് കട്ടൊക്കെ ഇപ്പം നോർമലി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ മേക്കപ്പ്. നോസ് കട്ട് ചെയ്യണം, കാരണം എൻ്റെ മൂക്ക് ചെറിയൊരു ചപ്പിയതാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നോസ് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഫിനിഷായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഈ ഐ ഷാഡോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ട് ഗോൾഡ് ടൈപ്പാണ്, ഒരു ലൈറ്റ് ഗോൾഡാണ്. അതാണ് ഞാൻ ഐഷാഡോ ചെയ്യുന്നത്. ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഐബ്രോ ഞാൻ നോർമലി എപ്പോഴും യൂസ് ചെയ്യുന്നത്. എൻ്റെ ഐബ്രോ എനിക്ക് ഒട്ടും ഇല്ല.
അതുകൊണ്ട് ഞാൻ ഐബ്രോ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ കണ്ണെഴുതുന്നത് ഞാൻ ഭയങ്കര റെയറാണ്. കണ്ണെഴുതുന്നത് ഭയങ്കര റെയറാണ്. പിന്നെ എന്താ 2 ലിപ്സ്റ്റിക് എൻ്റെ കയ്യിലുണ്ട്. അതിൽ ഏത് ഇടണമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഇടുന്നത്. സ്പെഷ്യലായിട്ട് പിന്നെ കട്ട റെഡൊന്നും വാരി യൂസ് ചെയ്തില്ല. എനിക്ക് ചേരുന്ന ഒരു ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ എൻ്റെ വേറൊരു നല്ല ഡാർക്ക് റെഡ് ഉണ്ട്, പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കോമാളി ലുക്കായിപ്പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. അപ്പോൾ സിമ്പിളായിട്ടും തോന്നും, എന്നാൽ ഹമ്പിളായിട്ടും തോന്നുന്നത്. ഓക്കെ. പിന്നെ സ്റ്റിക്കർ പൊട്ടൊന്നും ഇല്ലായിരുന്നു, കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പൊട്ട് വകകൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ മേക്കപ്പ് അങ്ങനെ ചെയ്യാത്ത ആളല്ല. അതുകൊണ്ട് ഞാൻ ഐലൈനർ വെച്ചിട്ട് ഒരു കുഞ്ഞ് പൊട്ടിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ കാണിച്ചത് എന്ന് വെച്ചാൽ ഐഷാഡോ തന്നെയാണ്. പക്ഷെ അതിൽ ഒരു ചെറിയൊരു നമ്മുടെ കവിളിൽ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു റെഡല്ല, ഒരു പ്രത്യേക ഒരു കളർ, റോസ് കളർ, അതാണ് കേട്ടോ ബ്ലഷ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മേക്കപ്പ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി സാരിയിൽ കാണാം കേട്ടോ. ഇതാണ് സാരി. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത്. ഇതെനിക്ക് ഞാൻ ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഓണർ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഇത് കഴിഞ്ഞ ന്യൂ ഇയറിന് കിട്ടിയതാണ് കേട്ടോ. അത് ഞാൻ എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേക്കാണ് ഇടുന്നത്. അപ്പോൾ അത് കാണാമല്ലോ നമുക്ക്. ഇതാണ് എൻ്റെ ലുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഒരുങ്ങിയത്. കാരണം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടാം കേട്ടോ. ഇതാണ് എൻ്റെ ബർത്ത്ഡേ ലുക്ക് കേട്ടോ. എൻ്റെ ബർത്ത്ഡേക്ക് അണിഞ്ഞൊരുങ്ങിയില്ലെങ്കിൽ പിന്നെ ആരുടെ ബർത്ത്ഡേക്ക് അണിഞ്ഞൊരുങ്ങേണ്ടേ. അപ്പോൾ എൻ്റെ ലുക്ക് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ലുക്ക്. ഹെയർ കുഞ്ഞു ഹെയർ ആയതുകൊണ്ട് കെട്ടി വെച്ചില്ല, ഫ്രീ ആയിട്ടാണ് ഇട്ടത്. അപ്പോൾ ഇതാണ് സാരി. അധികം സാരി എടുക്കാനൊന്നും അറിയത്തില്ല, എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ കൊടുത്തതെന്ന്. അപ്പോൾ ഇതാണ് ഔട്ട്ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിരിക്കും.